إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله فأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ونادى فرعون في قومه قال يا قوم أليس لي ملك مصر وهذه الأنهار أليس لي ملك مصر وهذه الأنهار تجري من تحتي أفلا تبصرون أم أنا خير من هذا الذي هو مهين ولا يكاد يبين فلولا ألقي عليه أسورة من ذهب أو جاء معه الملائكة مقترنين فاستخف قومه فأطاعوه إنهم كانوا قوما فاسقين. പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ കൽപ്പനകളെ അങ്ങേയറ്റം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്നും തഖ്വയിൽ കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും എന്നോട് നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ അഖിലം പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന, അവസാന നിമിഷത്തിൽ കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് മുവഹിദായി മുത്തഖിയായി മുഖ്ലിസായി മുസ്ലിമായി അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് യാത്ര ചെയ്യുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. 43-ാമത്തെ സൂറത്തായ സൂറത്തുൽ സുഖ്റുഫിലെ 51-ാമത്തെ ആയത്ത് മുതലുള്ള ആയത്തുകൾ നാം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല അതിലൂടെ വ്യക്തമാക്കുന്നത് ലോകത്ത് ജീവിച്ചിരുന്ന അഹങ്കാരിയായ ഒരു മനുഷ്യന്റെ വാദങ്ങളെയാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അദ്ദേഹം ചില വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്, അത് അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ നിന്ന് രൂപപ്പെട്ടതാണ്. ആ വ്യക്തിയെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഫിർഔൻ എന്നാണ്. ചരിത്രത്തിൽ രാംസിസ് സെക്കൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇത് എന്നാണ് മുഫസ്സിറുകളായ ഉലമാക്കളുടെ അഭിപ്രായം. ഈജിപ്തിലെ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. ആദരവായ മൂസാ നബി അലൈഹിസ്സലാം ദഅവത്തിനായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ ആ ദഅവത്തിനെതിരിൽ തൻ്റെ കുഫ്രിയത്ത് അഹങ്കാരത്തോടുകൂടി പ്രകടിപ്പിക്കുകയും മൂസാ നബി അലൈഹിസ്സലാമയുടെ യുക്തിഭദ്രമായ ചിന്തകളെയും കാഴ്ചപ്പാടുകളെയും റിസാലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സത്യങ്ങളെയും നിഷേധിച്ചുകൊണ്ട് തൻ്റെ കൂടെ കൂടികളായ ആളുകളെ
കുഫരിയത്തിൻ്റെ വഴിയിലേക്ക് നയിക്കുന്ന വിഷയത്തിൽ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈ ഒരു വ്യക്തിയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ചില വാദങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ അവതരിപ്പിക്കുന്നത് ഇത് കേട്ടതിന് ശേഷം മാറിയിരുന്നു കൊണ്ട് അദ്ദേഹത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുവാൻ വേണ്ടിയല്ല. ഈ വിഷയം ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എന്നിൽ ഈ ഫിറഔന്റെ എന്തെങ്കിലും ചിന്താഗതികൾ ഉണ്ടോ എന്നുള്ളതും ഫിറഔന്റെ മനോമുഖരത്തിൽ രൂപപ്പെടുന്ന രൂപത്തിലുള്ള ചിന്തകൾക്ക് കാരണമായി തീരാവുന്ന എന്തെങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടോ എന്ന് ഞാനൊന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഫിറഔനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് ഇങ്ങനെ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അതൊരു നല്ല മനുഷ്യനായിരുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് നന്നാകുന്നതിന് വേണ്ടി മോശമായ കാഴ്ചപ്പാടുകളുമായി ഈ ലോകത്തേക്ക് കടന്നു വന്ന പല ആളുകളെയും അല്ലാഹു അവതരിപ്പിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നമ്രൂദ് ആകാം, അല്ലെങ്കിൽ ഖാറൂൻ ആകാം, അല്ലെങ്കിൽ അബൂലഹബ് ആകാം. ഇങ്ങനെ ധാരാളം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നത് അവരെ മാറിയിരുന്നുകൊണ്ട് വിമർശിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അവരുടെ എന്തെങ്കിലും മോശമായ ദുർഗുണങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആലോചിക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ജീവിതത്തിൽ നിന്നും അത്തരം മോശമായ കാഴ്ചപ്പാടുകളെ ചിന്താഗതികളെ മാറ്റുവാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഫിറഔന്റെ വാദം എന്തായിരുന്നു? വനാദ ഫിറഔനു ഫി ഖൗമിഹി. ഫിറഔൻ തൻ്റെ സമൂഹത്തെ സംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗം, എൻ്റെ സമൂഹമേ, അലൈസലി മുൽക്കു മിസ്ര, ഈ മിസ്ർ അഥവാ ഈജിപ്തിന്റെ അധികാരം അത് എനിക്കുള്ളതല്ലേ? വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, എൻ്റെ താഴ്ഭാഗത്തൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ നൈൽ നദിയും അതിൻ്റെ അധികാരവും എനിക്കുള്ളതല്ലേ? അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാര്യങ്ങൾ കണ്ടറിയുന്നില്ലേ? അതിനുശേഷം ഫിറഔൻ പറയുന്നു, അം അന ഖൈറും മിൻ ഹാദല്ലദി ഹുവ മഹീനുൻ വലാ യകാദു യുബീൻ, ഞാനാണോ നന്മയുള്ളവൻ, ഖൈറുള്ളവൻ, അതല്ല ഈ നിൽക്കുന്ന മഹീനായിട്ടുള്ള യക്കാദ് യുബീനായിട്ടുള്ള വ്യക്തിയാണോ? എന്താണ് മഹീനും യക്കാദ് യുബീനും? മഹീൻ എന്ന് പറഞ്ഞാൽ ഹീനമായിട്ടുള്ള വ്യക്തി എന്നാണ് അതിൻ്റെ നല്ല മലയാളം. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്തിൻ്റെ നിയമങ്ങളെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്തിൻ്റെ നിലപാടുകളെ സംബന്ധിച്ചിടത്തോളം അതിനെയൊക്കെ എതിർക്കാനായിട്ട് കടന്നു വന്നിട്ടുള്ള രാജ്യദ്രോഹിയായ ഹീനനായ ഈ ഒരു മനുഷ്യനാണോ? അതുപോലെ തന്നെ വലാ യക്കാദ് യുബീൻ, കാര്യങ്ങൾ വ്യക്തമായി സംസാരിക്കാൻ പോലും കഴിയാത്ത, വിവരമില്ലാത്ത, കഴിവില്ലാത്ത ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹം എന്നെ തിരുത്താൻ വേണ്ടി കടന്നു വന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു വ്യക്തിയാണോ ഉത്തമൻ? ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അഫലാ യുബ്സിറൂൻ എന്നാണ് ഫിറഔൻ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അഫലാ യുബ്സിറൂൻ എന്ന് പറയുമ്പോൾ ഭൗതികമായ കാഴ്ചകളെ കൊണ്ട് വിലയിരുത്തുന്ന ഒരു വിലയിരുത്തൽ പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബോധനമായിട്ടാണ് അഫലാ യുബ്സിറൂൻ എന്നുള്ള ആ ഒരു പ്രയോഗത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭൗതികമായിട്ടുള്ള നോട്ടത്തിലും വിലയിരുത്തലിലുമായിരിക്കണം നിങ്ങളുടെ അഭിപ്രായം എന്നർത്ഥം. അതിൻ്റെ ആത്മീയ വശങ്ങളിലേക്കോ കൽബിയായ വശങ്ങളിലേക്കോ ഒന്നും നിങ്ങൾ പോകാൻ പാടില്ല. ഭൗതികമായ സംഗതികളെ മുൻനിർത്തി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. മറ്റൊന്ന്, ഫലൗല ഉൽഖിയ അലൈഹി അസ്വിറത്തും മിൻ ദഹബിൻ ഔ ജാഅ മഅഹുൽ മലായികത്തു മുഖ്തരീൻ.
മറ്റൊരു സംഗതി കൂടി പറയാം. അദ്ദേഹത്തിന് സ്വർണത്താലുള്ള വളകൾ അണിയിക്കപ്പെട്ടിട്ടുണ്ടോ ഒന്ന് പരിശോധിച്ചു നോക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഏതോ ആത്മീയമായ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നമുക്കിടയിലേക്ക് ഇദ്ദേഹം കടന്നു വരുമ്പോൾ അദ്ദേഹത്തോടൊപ്പം പിന്തുണ കൊടുത്തുകൊണ്ട് ഒരു മലക്ക് അദ്ദേഹത്തോടൊപ്പം ഇവിടെ കടന്നു വന്നിട്ടുണ്ടോ? ഇതൊന്നുമില്ലല്ലോ. ഇതൊന്നുമില്ലാത്ത നിലയ്ക്ക് ഈ മിസ്റിന്റെ അധിപതിയായ അല്ലെങ്കിൽ ഈ നൈൽ നദിയുടെ അധിപനായ എൻ്റെ കൽപ്പനകൾക്കല്ലേ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്? ഇത് ഫിറഔൻ തന്റെ ജനതയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഔന്നത്യത്തിന്റെ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, മഹത്വങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എന്തിനെയൊക്കെയാണ് അവിടെ മാനദണ്ഡമാക്കേണ്ടത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി ഇതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഫിറഔനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഭൗതികമായ വസ്തുവകകൾക്കാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. ഭൗതികമായ നേട്ടങ്ങളുള്ള വ്യക്തികളെ വേണം ആദരിക്കാൻ, അങ്ങനെയുള്ള ആളുകളെ വേണം നമ്മൾ പരിഗണിക്കാൻ. ഫിറഔൻ വ്യക്തമായ രൂപത്തിൽ പറഞ്ഞു, അധികാരം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മറ്റൊന്ന്, ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും കാണാൻ മാത്രമുള്ള നല്ല സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കണം. അതാണ് നൈൽ നദി എൻ്റെ കാൽ കീഴിലൂടെയാണ് ഒഴുകുന്നത് എന്ന് പറഞ്ഞു. അത് യുക്തിഭദ്രമായ രൂപത്തിലുള്ള ഒരു അഭിപ്രായമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. അത് ഫിറഔന്റെ കേവലം ഒരു തോന്നൽ മാത്രമാണ്. കാരണം നൈൽ നദി എന്നുള്ളത് അത് പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. അത് ഫിറഔന്റെ കൽപ്പനകൾക്ക് വശംവദനാകുന്നു എന്നുള്ളത് ഫിറഔന് വെറുതെ തോന്നുന്ന ഒരു തോന്നൽ മാത്രമാണ്. ഈ നൈൽ നദിക്ക് ഉദാഹരണമായിട്ട് നാം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിലും അല്ലാഹു സുബ്ഹാനഹു തആല ധാരാളം നിഅമത്തുകൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എൻ്റെ കഴിവുകൊണ്ടാണ് എന്നുള്ള ഒരു തോന്നൽ, തെറ്റായ ഒരു തോന്നൽ എനിക്കുണ്ടെങ്കിൽ നൈൽ നദി എൻ്റെ കാൽ കീഴിലൂടെയാണ് ഒഴുകുന്നത് എന്ന ഫിറഔന്റെ അഭിപ്രായവും തമ്മിൽ വലിയ അന്തരമൊന്നുമില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതേ അവസരത്തിൽ ഈ നൈൽ നദി എന്നുള്ളത് പ്രകൃതിയുടെ ഭാഗമാണ്. ഈ പ്രകൃതിയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതും ഈ നദിയുടെ സുഗമമായ ഒഴുക്കിനു പിന്നിലും അത് വലിയൊരു അനുഗ്രഹമായി, വലിയൊരു സംസ്കൃതി രൂപപ്പെടാനുള്ള കാരണമായിട്ട് കൂടി അല്ലാഹു സുബ്ഹാനഹു തആല ഈ പ്രകൃതിയിൽ മനുഷ്യർക്ക് ഗുണപ്രദമായ രൂപത്തിൽ സംവിധാനിച്ചത് അള്ളാഹുവാണ്. അതാണ് തിരിച്ചറിവ് എന്നുള്ളത്. കാരണം ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ച്, അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളെ കുറിച്ച് നാം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അവിടെ അങ്ങനെ ഒരു സംസ്കൃതി രൂപപ്പെടാനുള്ള കാരണം നൈൽ നദിയാണ്. ഇപ്പൊ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ കാരണം എന്താണ്? അത് സിന്ധു നദിയാണ്. അങ്ങനെ ലോകത്തുള്ള എല്ലാ സംസ്കൃതികൾക്കു പിന്നിലും ജലസ്രോതസ്സുകൾ ഉണ്ട് എന്നുള്ളത് അതിന്റെ ചരിത്രം വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു ജനസമൂഹത്തിന് തന്നെ റിസ്ക്കുകൾ നൽകിക്കൊണ്ട് അവരുടെ ജീവിതത്തിന് ശക്തമായ പിന്തുണ നൽകിക്കൊണ്ട് നിലകൊള്ളുന്ന ഒരു നദി എന്ന് പറയുമ്പോൾ അത് അനുഗ്രഹമാണ്, വലിയ അനുഗ്രഹമാണ്. ജലത്തിന്റെ സംവിധാനങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അത് ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് ആ പ്രദേശം മാറുന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ ആഫ്രിക്കയിലെ കേപ്പ് ടൗൺ എന്ന പ്രദേശത്ത് നിർലജ്ജീകരണം സംഭവിച്ചു ഭൂമിക്ക്. അതോടുകൂടി കോടിക്കണക്കിന് വിലയുണ്ടായിരുന്ന സ്ഥലങ്ങൾ ആർക്കും വേണ്ടാത്ത 5 പൈസ വിലയില്ലാത്ത സ്ഥലങ്ങളായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പൊ നല്ല വെള്ളമുള്ള സ്ഥലത്ത് നമ്മൾ പോയി ചോദിച്ചു കഴിഞ്ഞാൽ നല്ല വില കൊടുക്കേണ്ടി വരും. വെള്ളമില്ലാത്ത സ്ഥലത്തോ താരതമ്യേന വില വളരെ കുറവായിരിക്കും. വെള്ളം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, വലിയൊരു അനുഗ്രഹമാണ്. അപ്പൊ ആ നിലയ്ക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുള്ള നിഅമത്തിനെ അതിന്റെ പിന്നിൽ അല്ലാഹു അല്ല, അതെന്റെ കഴിവ് കൊണ്ടും എൻ്റെ ശേഷി കൊണ്ടും ഞാൻ നേടിയെടുത്തതാണ് എന്നൊരു വ്യക്തി പറഞ്ഞാൽ ഫിറഔനും അവരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നർത്ഥം. അതേസമയത്ത് ഇതെല്ലാം അല്ലാഹുവിൻ്റെതാണ്, അല്ലാഹുവിന്റെ നിഅമത്താണ്. അതുപോലെ തന്നെ നമ്മുടെ വസ്തുവകകളിലുള്ള അധികാരത്തെക്കുറിച്ചുള്ള നമ്മുടെ സംസാരം, സമ്പത്തിനെ കുറിച്ച് ആളുകൾ പറയുമ്പോൾ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. ഒരു ദിവസം ഈരാറ്റുപേട്ടയിലുള്ള വലിയൊരു സ്ഥാപനത്തിന്റെ തുടക്കം കുറിക്കുന്നതിന് വേണ്ടി ഈരാറ്റുപേട്ടയുള്ള പ്രധാനപ്പെട്ട ഒരു ആലിമും
അദ്ദേഹത്തെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് ചില നാട്ടുകാരും ഉമറാക്കളായിട്ടുള്ള ആളുകളും അദ്ദേഹത്തോടൊപ്പം കൂടി. അങ്ങനെ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള സ്വപ്നവും കണ്ടുകൊണ്ട് അവരിങ്ങനെ സഞ്ചരിക്കുകയാണ്. കുറെ സമ്പന്നരായ ആളുകളെ അവർ കണ്ടു. അവരൊക്കെ എന്ത് ചെയ്തു? അവരാൽ കഴിയുന്ന രൂപത്തിലുള്ള നല്ല സമ്പത്തൊക്കെ അവരെന്ത് ചെയ്തു? വാഗ്ദാനം ചെയ്തു. ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ വന്നത് പോകട്ടെ, ഇനി മേലാൽ ഈ കാര്യവും പറഞ്ഞ് ഈ വീട്ടിലേക്ക് കടക്കാൻ പാടില്ല, ഈ വീട്ടിലേക്ക് കടന്നു വരാൻ പാടില്ല. അദ്ദേഹം ഇന്ന ഖബറിലാണ്, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയ സമ്പത്താണ്, അതിൽ നിന്നും അള്ളാഹുവിന് വേണ്ടി കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് സ്ഥലങ്ങൾ വഖഫ് ചെയ്യാൻ ആളുകൾ തയ്യാറായിട്ടുണ്ട്. അവരും ഇന്ന് ഖബറിലാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവർക്കും മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ആ സ്ഥാനത്ത് വലിയൊരു സ്ഥാപനമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഒന്ന് പരിശോധിച്ചു നോക്കുക. അപ്പൊ ഇവിടെ സമ്പത്ത് അള്ളാഹു നൽകിയതാണ്, അത് അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കണം എന്ന ഒരു ചിന്ത ഒരു മനുഷ്യനിൽ രൂപപ്പെടുന്നുണ്ടെങ്കിൽ ഇത് അള്ളാഹുവിൻ്റെതാണ്. ഇതിന്റെ കൈകാര്യ കർത്താവായിട്ട് മാത്രമാണ്, ഒരു മുഖ്തലിഫായിട്ടാണ് മാത്രമാണ് സമ്പത്തിന്റെ വിഷയത്തിൽ ഞാൻ നിലകൊള്ളേണ്ടത് എന്ന കൃത്യമായ കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് ആളുകൾ ദീനിന്റെ വഴിയിൽ സമ്പത്ത് ചെലവഴിക്കുന്നതും. ഇപ്പോൾ വന്നത് പോകട്ടെ, ഇനി മേലാൽ ഇങ്ങോട്ട് ഈ പേരും പറഞ്ഞു വരാൻ പാടില്ല എന്നുള്ള ശക്തമായ താക്കീത് കൊടുക്കുന്ന നിലയ്ക്ക് ആളുകൾ ഇതെന്റേതാണ് എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി നിലകൊള്ളുന്നു. ഇപ്പൊ ഇവിടെയൊക്കെ വായിക്കപ്പെടേണ്ടത് ഫിർഔനെ അല്ല എന്നുള്ളതാണ്, മറിച്ച് എന്നെയാണ്. എനിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുള്ള നിഅമത്തിന്റെ വിഷയത്തിൽ അതെന്റെ അധികാരത്തിലുള്ളതാണ്, അല്ലെങ്കിൽ എൻ്റെ കാൽക്കീഴിലൂടെയാണ് ഇതെല്ലാം നടന്നു പോകുന്നത് എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാനും ഫിർഔനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. മറ്റൊന്ന്, അം അന ഖൈറും മിൻ ഹാദല്ലദീ ഹുവ മഹീനുൻ വലാ യകാദു യുബീൻ. എൻ്റെ മുന്നിലേക്ക് ധാരാളം ആളുകൾ കടന്നു വരാറുണ്ട്. അതിൽ ചിലപ്പോൾ ശാരീരികമായി എന്തെങ്കിലും വൈകല്യങ്ങളുള്ള പാവങ്ങളായ ആളുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ആളുകൾ മോശക്കാരനാണ് എന്ന് വിധി എഴുതിയിട്ടുള്ളത് ഏത് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലുമാകാം. വിധി എഴുതിയ ആളുകളും ഉണ്ടാകും. ഇവരെ ഞാൻ എങ്ങനെയാണ് ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് നോക്കിക്കാണുന്നത്? അദ്ദേഹത്തിന് വൈകല്യമുള്ളത് കൊണ്ട് അദ്ദേഹം തരം താഴ്ത്തപ്പെടേണ്ടവനാണ്, പരിഗണനയ്ക്ക് തീരെ അർഹതയില്ലാത്ത വ്യക്തിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായമെങ്കിൽ, അല്ലെങ്കിൽ ആളുകൾ പറഞ്ഞതിനനുസരിച്ച് അദ്ദേഹം ഒരു മോശക്കാരനാണ് എന്ന് മുൻകൂട്ടി വിധി എഴുതുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്നുണ്ടെങ്കിൽ ഞാനും ഫിർഔനും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ഇവിടെ ഓരോ വ്യക്തിയെയും കൃത്യമായ രൂപത്തിൽ അടുത്തറിയേണ്ട ഒരു ബാധ്യത എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇവിടെ ഫിർഔൻ പറയുന്നതാണോ ശരി? ആണെങ്കിൽ മഹാനായ ഒരു പ്രവാചകനെയാണ് ഞാനിവിടെ തെറ്റിദ്ധരിക്കാൻ പോകുന്നത്. മഹത്തായ ഒരു റിസാലത്തുമായി എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഷയിൽ പറഞ്ഞാൽ, നരകത്തിലേക്ക് പോകാൻ വെമ്പൽ കൊള്ളുന്ന ആളുകൾ നരകം ലക്ഷ്യമാക്കി ഇങ്ങനെ പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പിന്നിൽ പിടിച്ചു വലിച്ചു നിർത്തി അവർക്ക് അസ്വസ്ഥതയും അസഹ്യതയും ഉണ്ടാകുന്നെങ്കിൽ പോലും അവരെ പിന്നിൽ നിന്നും പിടിച്ച് സ്വർഗത്തിലേക്ക് ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ വ്യക്തികളാണ് പ്രവാചകന്മാർ. അങ്ങനെ നരകത്തിൽ നിന്നും എന്നെ രക്ഷിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല അയച്ചിട്ടുള്ള ഒരു കാരുണ്യത്തിന്റെ തിരുദൂതരാണ് ഈ മഹത് വ്യക്തിത്വം എന്ന് മനസ്സിലാക്കുന്നതിന് പകരം അദ്ദേഹത്തിന്റെ ഒരു ശത്രുവായി മാറേണ്ട ഒരു ഗതികേടിലേക്ക് ഞാൻ എത്തുന്നുവെങ്കിൽ എൻ്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചു നോക്കുക. എൻ്റെ മുന്നിലൂടെ വൈകല്യമുള്ള പാവങ്ങളായ ആളുകളൊക്കെ, ചിലപ്പോൾ മോശം വിധി എഴുതിയിട്ടുള്ള ആളുകളൊക്കെ ദീനിന്റെ സന്ദേശങ്ങളുമായി ചിലപ്പോൾ കടന്നു പോയേക്കാം. എൻ്റെ കേവലമായ ഭൗതികമായ ധാരണകളെയും കാഴ്ചപ്പാടുകളെയും മുൻനിർത്തിക്കൊണ്ട് അങ്ങനെ എത്രയെത്ര നല്ല ദാഇകളെ എൻ്റെ ചുറ്റിൽ നിന്നും ഞാൻ ആട്ടി അകറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം. അപ്പോൾ എൻ്റെ കേവലമായ വിലയിരുത്തലുകളും ധാരണകളും വെച്ചിട്ടായിരിക്കരുത് ആരെയും ഞാൻ വിലയിരുത്തേണ്ടത്. അതിലിപ്പോ ഇന്റർനാഷണൽ ലെവലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ട്രെയിനിങ് മേഖലകളിലൊക്കെ ഈ പെർസെപ്ഷൻ എന്നൊരു വിഷയത്തെക്കുറിച്ചുള്ള ആധികാരികമായിട്ടുള്ള ചർച്ചകളുണ്ട്. അതിൽ പറയപ്പെടുന്നത് കേവല ധാരണകളെ കുറിച്ചാണ്. ഇപ്പം എനിക്കൊരുപാട് ധാരണകളുണ്ട്. എൻ്റെ അനുഭവങ്ങളെ മുൻനിർത്തി, എൻ്റെ അഭിപ്രായങ്ങളെ മുൻനിർത്തി, എൻ്റെ ചിന്തകളെ മുൻനിർത്തി എനിക്ക് കുറേ ധാരണകളുണ്ട്. അതിനെ കേവലമായ ധാരണകൾ എന്നാണ് പറയുക. അതിനെയാണ് പെർസെപ്ഷൻ സാധാരണ പറയാറ്, നമ്മുടേതായ ഒരു പെർസെപ്ഷൻ.
അപ്പം അതെല്ലാം ശരിയാകാനുള്ള സാധ്യതകൾ തീരെ കുറവാണ് എന്നാണ് ആ പഠനത്തിൽ നിന്നും ആധുനികരായിട്ടുള്ള മനഃശാസ്ത്രജ്ഞരൊക്കെ വിലയിരുത്തിയിട്ടുള്ളത്. അതിലധികവും തെറ്റാണ് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല മുൻകൂട്ടി തന്നെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ആ ഒരു ആശയം അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സൂറത്തുൽ ഹുജറാത്തിലാണ്. ഇന്ന ബഅദുൽ വന്നി ഇസ്മുൻ, ഇന്ന ബഅദുൽ വന്നി ഇസ്മുൻ. ലന്ന് എന്ന് പറഞ്ഞാൽ ഈ പെർസെപ്ഷൻ ആണ് അറബിയിൽ ലന്ന് എന്ന് പറയും. പെർസെപ്ഷൻ അഥവാ ലന്നുകൾ അധികവും തെറ്റാണ്. ഇന്ന ബഅദുൽ ലന്നി, അധികമായിട്ടുള്ള ലന്നുകളും ഇസ്മുൻ, അത് പാപമാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ അത് തെറ്റിലേക്ക് നിന്നെ നയിക്കുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് അത്തരം ലന്നുകളുടെ പിന്നാലെ നീ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഫിർഔൻ ഇവിടെ ഉണ്ടായത് അത്തരം ഒരു പെർസെപ്ഷൻ മാത്രമാണ്. അതിൽ യാഥാർത്ഥ്യമൊന്നുമില്ല. ശരിയാണ്, സംസാരിക്കാൻ കുറച്ച് വൈകല്യം മൂസാ നബി അലൈഹി സ്വലാമയ്ക്ക് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അത് ഖുർആനും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു വസീറായി ഹാറൂൻ നബി അലൈഹി സ്വലാമയെ കൂടി എന്നോടൊപ്പം ഒരു പ്രവാചകത്വം കൊടുത്തുകൊണ്ട് അള്ളാഹുവെ നീ അയക്കണമെന്ന് മൂസാ നബി അലൈഹി സ്വലാം ദുആ ചെയ്തതും ആ ദുആയ്ക്ക് ഉത്തരം നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ തീരുമാനം അവിടെ ഉണ്ടായത്. വൈകല്യമുണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ വൈകല്യമുണ്ട് എന്നതിന്റെ പേരിൽ അദ്ദേഹം എങ്ങനെയാണ് മോശക്കാരനാകുക? ഇതാണ് ഖുർആൻ ചോദിക്കുന്നത്. പക്ഷെ ഫിർഔൻ പറയുന്നല്ല, അത് മോശക്കാരനാണ്, വൈകല്യമുള്ളവരെല്ലാം മോശക്കാരാണ്. മറ്റൊന്ന്, എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില സത്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം കടന്നുപെടുന്നതുകൊണ്ട് ഇദ്ദേഹം മഹീനാണ്, ഇദ്ദേഹം രാജ്യദ്രോഹിയാണ്. അങ്ങനെ ആകുമോ? ഒരു സ്വേച്ഛാധിപതിയായ ഒരു ഭരണകർത്താവായ എന്നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും നന്മയ്ക്കും ഒക്കെ വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് മോശക്കാരനായ ഒരു രാജ്യദ്രോഹിയായി മാറുക? അദ്ദേഹം രാജ്യത്തിന്റെ ഏറ്റവും നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയല്ലേ? ഇപ്പോ രാജ്യം എന്നുള്ളത് മാറ്റി എൻ്റെ കുടുംബമാക്കി മാറ്റിയാൽ ഞാൻ കുടുംബത്തിന്റെ അധിപനാണ്, അവിടുത്തെ ഭരണാധികാരിയാണ് ഞാൻ. എൻ്റെ വീട്ടിലുള്ള എൻ്റെ നയ നിലപാടുകൾ മോശമാകുമ്പോൾ അതിനെ എൻ്റെ കുടുംബത്തിലുള്ള മക്കളോ ആരെങ്കിലും ഒന്ന് തിരുത്താൻ ശ്രമിച്ചാൽ, ഞാൻ പിതാവാണ്, ചെലവിന് തരുന്നവനാണ്, അല്ലെങ്കിൽ ഭാര്യ ഒന്ന് തിരുത്താൻ ശ്രമിച്ചാൽ നിന്റെ കയ്യിൽ എന്താണുള്ളത്? ഞാനാണ് ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് അഹങ്കാരത്തോടു കൂടി പറഞ്ഞുകൊണ്ട്, നിങ്ങളൊക്കെ എൻ്റെ കീഴിലുള്ളവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ തെറ്റായ കാഴ്ചപ്പാടിനെ വീണ്ടും വീണ്ടും നിലനിർത്താൻ ശ്രമിക്കുന്നുവെങ്കിൽ, ഫിർഔനൊരു രാജ്യം സ്വന്തമായി അദ്ദേഹത്തിന്റെ അധികാര പരിധിയിലുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അധികാരത്തിലുള്ളത് എൻ്റെ വീടാണ്, അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനമാണ്. അവിടെ ഒരു ഫിർഔനായി ഞാൻ മാറാൻ ശ്രമിക്കുന്നുവെങ്കിൽ ഫിർഔനെ കുറ്റപ്പെടുത്താനുള്ള യോഗ്യത എനിക്കുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഞാൻ പരിശോധിക്കേണ്ടത്. അടുത്തതായി ഫിർഔന്റെ വാദം, ഫലൗല ഉൽഖിയ അലൈഹി അസ്വിറത്തും മിൻ ദഹബ്. സ്വർണം കൊണ്ടുള്ള എന്തെങ്കിലും ആഭരണങ്ങൾ അദ്ദേഹത്തെ അണിയിക്കപ്പെട്ടിട്ടുണ്ടോ? ഭൗതികമായി എന്തെങ്കിലും കാണാൻ മാത്രം ഉണ്ടായിരിക്കണം. അദ്ദേഹം നല്ല കാറിലാണോ വന്നിറങ്ങിയത്? അദ്ദേഹം നല്ല വസ്ത്രം ധരിച്ച ഒരു വ്യക്തിയാണോ? അല്ലെങ്കിൽ നല്ല സ്ഥാനമാനമുള്ള ഒരു വ്യക്തിയാണോ? ഒന്നുമല്ലല്ലോ. പിന്നെ അദ്ദേഹത്തെ പരിഗണിക്കേണ്ട കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് പറയുന്ന ഞാനും ഫിർഔനും തുല്യനാണെന്നർത്ഥം. കാരണം ഭൗതികമായ എന്തെങ്കിലും ഒക്കെ കണ്ടാൽ വളരെ സന്തോഷത്തോടു കൂടി അതിനെ സ്വീകരിക്കുകയും ഭൗതികമായ എന്തെങ്കിലും കണ്ടിട്ടില്ല എങ്കിൽ അതിനെല്ലാം അവഗണിക്കുകയും ചെയ്യുന്ന ഒരു ശൈലിയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ നടപ്പിലാക്കുന്നതെങ്കിൽ. ഇപ്പൊ ഇതൊരു സ്ഥാപനമാണ്. ഈ സ്ഥാപനം മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ സമ്പത്ത് അത്യാവശ്യമാണ്. അപ്പൊ കുറച്ച് സമ്പന്നരായ ആളുകൾ ഈ കോമ്പൗണ്ടിലേക്ക് വന്നിറങ്ങുമ്പോൾ നിറഞ്ഞ ചിരിയോടുകൂടി അവരെ സ്വീകരിക്കുന്ന ഒരവസ്ഥ എന്നിലുണ്ടെങ്കിൽ, അതേ സമയത്ത് സ്ഥാപനത്തെ സന്ദർശിക്കാൻ വേണ്ടി വരുന്ന പാവങ്ങളായ ആളുകളെ അവഗണിച്ച് അവരെ പരിഗണിക്കാത്തൊരു ദുസ്വഭാവം എനിക്കുണ്ടെങ്കിൽ ഞാനും ഫിർഔനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല എന്നർത്ഥം. വലിയ ഉയർന്ന സ്ഥാനമാനത്തുള്ള വലിയ സമ്പന്നരായ ആളുകൾ, അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ വകുപ്പിലുള്ള ആളുകളൊക്കെ കടന്നു വന്നു കഴിയുമ്പോൾ പ്രത്യേകമായൊരു സ്വീകരണവും, അതെൻ്റെ വീട്ടിലായിരുന്നാലും സ്ഥാപനത്തിലായിരുന്നാലും എവിടെയായിരുന്നാലും ഭൗതികമായ ഇത്തരം സംഗതികളെ നമുക്ക് കാണാൻ കഴിയുന്ന ഭൗതികമായ നേട്ടങ്ങളുള്ള ആളുകളെ പ്രത്യേകമായി സ്വീകരിക്കുകയും അതേസമയത്ത് അതൊന്നും പ്രത്യക്ഷമായ രൂപത്തിൽ കാണാൻ കഴിയാത്ത ഒരാളെ അവഗണിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം എന്ത് ചെയ്യണം, പരിഗണിക്കപ്പെടുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കണം. ഇതിനെ ആള് കൂട്ടിക്കൊണ്ടുവന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തെ അങ്ങേറ്റം ആദരിക്കേണ്ട വ്യക്തിയാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തെയും ഞാൻ ആദരിക്കുന്നു
അതാണ് ഫിറഔൻ ഇവിടെ പറഞ്ഞ. അദ്ദേഹത്തോടൊപ്പം മലക്കുകളൊന്നും ഇല്ലായിരുന്നല്ലോ. മലക്കുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മൂസാ നബി അലൈഹി സ്വലാമയെ പരിഗണിച്ചേനെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഫിറഔൻ. നീ ഒന്ന് ചിന്തിച്ചാൽ, നീ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ, യാഥാർത്ഥ്യത്തിലേക്ക് നിന്റെ ബുദ്ധിയും ചിന്തയും ഒന്ന് കടന്നു വന്നുവെങ്കിൽ അപ്പോൾ തന്നെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആദരിച്ചുകൊണ്ട് ഉന്നതമായ സ്ഥാനത്തേക്ക് കയറ്റിയിരുത്താൻ പറ്റിയ ആളായിരുന്നല്ലോ മൂസാ നബി അലൈഹി സ്വലാമയും അദ്ദേഹത്തിന്റെ വസീറായ ഹാറൂൻ നബി അലൈഹി സ്വലാമയും. ഇതാണ് ഖുർആൻ നമുക്ക് നൽകുന്ന പാഠം എന്നുള്ളത്. അപ്പൊ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഫസ്തഖഫ ഖൗമഹു ഫഅതാഉഹു ഇന്നഹും കാനൂ ഖൗമൻ ഫാസിഖീൻ. ഈ നിലയ്ക്കൊക്കെ ഫസ്തഖഫ ഖൗമഹു, അദ്ദേഹത്തിന്റെ ഖൗമിനെ ഫിറഔൻ സമർത്ഥമായി വിഡ്ഢികളാക്കി കളഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഭൗതികമായ മാനദണ്ഡങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അതിനെയൊക്കെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. ഭൗതികമായ ഇല്ലായ്മകളിലൂടെ അവഗണനയാണ് നമ്മളിൽ നിന്നും രൂപപ്പെടേണ്ടത് എന്നുള്ള അന്ധമായ കേവല ഭൗതികവാദത്തെ മുൻനിർത്തിക്കൊണ്ട് ഫിറഔൻ ഇവിടെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഖൗമ് അതിനെ എതിർക്കാതെ അക്ഷരം പ്രതി ഇദ്ദേഹം പറയുന്നത് തന്നെയാണ് ശരി, ഈ ഒരു ഭൗതികവാദമാണ് നമ്മുടെയൊക്കെ നിലനിൽപ്പിന് കാരണം എന്നുള്ള അന്ധമായ കാഴ്ചപ്പാടോടുകൂടി ആ ഫിറഔന്റെ വാക്കിനെ ഉൾക്കൊള്ളുമ്പോൾ, അംഗീകരിക്കുമ്പോൾ ഇവിടെ എന്താ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഫിറഔൻ വിഡ്ഢിയാക്കി സമർത്ഥമായി അവർ സ്വയം വിഡ്ഢികളാകാനും തയ്യാറായി. കാനു, അവരായി തീർന്നു ഖൗമൻ ഫാസിഖീൻ, ഫാസിഖീങ്ങളായ തെമ്മാടികളായ ആളുകളായിട്ട് അവർ മാറിക്കഴിഞ്ഞു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ ആയത്തുകളെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ എന്താണ് പഠിക്കേണ്ടത്? എനിക്കും ഫിറഔൻ ഈ പറഞ്ഞ നിലയ്ക്കുള്ള വാദങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടോ? അത്തരം ചിന്താഗതികൾ എനിക്കുണ്ടോ? ഭൗതികമായ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഞാൻ ഉടനെ തന്നെ ചാടി വീഴുന്ന ഒരു ശൈലി എനിക്കുണ്ടോ? എന്തെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങൾ കണ്ട ഉടനെ അതിൻ്റെ പിന്നാലെ ഓടുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടോ? അതല്ല, സമാധാനപൂർവ്വം നന്മകളെ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഏറ്റവും നല്ല ഒരു ശൈലിയാണ് എനിക്കുള്ളതെങ്കിൽ ആ നന്മകളെ, ഹൈറുകളെ മുൻനിർത്തിക്കൊണ്ട് ഓരോ വ്യക്തികളെയും വിലയിരുത്താൻ, എല്ലാ ആളുകളെയും പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കാനുള്ള ഒരു വിശാലമായ ഒരു മനസ്ഥിതി എനിക്കുണ്ടോ എന്നുള്ളതാണ് ഫിറഔന്റെ വാദമുഖങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ എന്നെക്കുറിച്ച് ഇവിടെ പരിശോധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തെ മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാൻ, കാര്യങ്ങളെ വിശാലമായ അർത്ഥത്തിൽ പരിഗണിക്കാനുള്ള നല്ല ബോധവും ചിന്തയും നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ശിരസാവഹിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്നും തഖ്വയിൽ കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും രണ്ടാമത് ഒന്നുകൂടി ഉണർത്തുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുജറാത്തിലെ 13-ാമത്തെ ആയത്തിലൂടെ മുഴുവൻ ജനതയും സംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നാ ഖലഖനാകും, നിശ്ചയമായും നിങ്ങളെ നാം സൃഷ്ടിച്ചു, മിൻ ദഖരിൻ ഔ ഉൻസ, ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നുമാണ് നിങ്ങളെ ഓരോ ആളുകളെയും നാം സൃഷ്ടിച്ചിട്ടുള്ളത്. വജഅൽനാകും ശുഊബൻ വഖബായില, നിങ്ങളെ വ്യത്യസ്തമായ ശുഊബുകളിൽ അല്ലെങ്കിൽ ഖബായിലകളിൽ, ഗോത്രങ്ങളിൽ, കുടുംബങ്ങളിലൊക്കെ ആക്കി മാറ്റിയത് ലിതആറഫു, പരസ്പരം നിങ്ങളെ തിരിച്ചറിയുവാൻ വേണ്ടി മാത്രമാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹ്, നിങ്ങളിൽ ഏറ്റവും ആദരണീയനായ ആളുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ, അത്ഖാക്കും, നല്ല തഖ്വയുള്ള ആളുകളാണ്. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, അള്ളാഹു നന്നായിട്ട് അറിയുന്നവനാണ്. ഇവിടെ
എന്താണ് മനുഷ്യരെ എങ്ങനെയാണ് വിലയിരുത്തപ്പെടേണ്ടത് എന്നുള്ളതിൻ്റെ ഏറ്റവും ധാർമ്മികമായ ഒരു വശം അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുകയാണ്. നേരത്തെ അള്ളാഹു പറഞ്ഞതിൽ ജനങ്ങളെ വിലയിരുത്തുന്നതിൻ്റെ വിഷയത്തിലുള്ള അധാർമികമായൊരു വശമായിരുന്നു. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു അധാർമികനായ ഫിർഔനാണ് ആ ഒരു വിലയിരുത്തൽ നടത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തുകളെ അവതരിപ്പിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് വരികൾക്കിടയിലൂടെ ചോദിക്കുകയാണ്. ഫിർഔനെ പോലെയാണോ നിങ്ങളുടെയും അഭിപ്രായം? ഭൗതികമായ വസ്തുവകകളെ മുൻനിർത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ഔന്നിത്യം കൽപ്പിക്കുന്ന ഒരു അധാർമികമായിട്ടുള്ള തെറ്റായ ഒരു ശൈലിയാണോ നിന്റേത് എന്ന് ഖുർആൻ എന്നോട് ചോദിക്കുകയാണ്. അപ്പം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഫിർഔന് പിന്തുണ കൊടുക്കുക. കാരണം ഞാൻ പിൻപറ്റുന്നത്, പടച്ചോൻ കാക്കട്ടെ, ഫിർഔന്റെ സുന്നത്താണ്. ഫിർഔന്റെ സുന്നത്തിനെ പിൻപറ്റുകയും ഫിർഔനെ എതിർക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരിക്കലും നീതിക്ക് നിരക്കുന്ന ഒരു സംഗതിയല്ല. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് ജനങ്ങളെ പരിഗണിക്കേണ്ടത് എന്നതിൻ്റെ ഏറ്റവും ശരിയായ ഒരു കാഴ്ച ഇത് അള്ളാഹുവിൻ്റെതാണ് എന്ന നിലയ്ക്ക് തന്നെയാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു ജനങ്ങളെ മുഴുവൻ സംബോധന ചെയ്യുക. കാരണം ഇവിടെ മുസ്ലിം എന്നോ അമുസ്ലിം എന്നോ വേർതിരിവില്ലാതായിരിക്കണം ഈ ഒരു ധാർമ്മികത സമൂഹത്തിൽ നമ്മൾ നടപ്പിലാക്കേണ്ടത്. അവിടെ പറഞ്ഞത് ഇതാണ്, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഉബൻ വഖബായില. വ്യത്യസ്തമായ കബീലകളിലും ശുഅബുകളിലും ഒക്കെയായിട്ട് അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൽ മതപരമായിട്ടുള്ള വേർതിരിവുകൾ വരെ സംഭവിക്കാം. അത് വ്യക്തിപരമായ അന്വേഷണത്തിലൂടെ അവർ തിരഞ്ഞെടുക്കേണ്ട വിഷയമാണ്. നിങ്ങൾ ആ വിഷയത്തിൽ ഇടപെടേണ്ട കാര്യമില്ല. ഹിദായത്തിന്റെ വിഷയമല്ല, ഞാൻ നോക്കിക്കോളാം എന്നാണ് അള്ളാഹു പറഞ്ഞത്. അത് ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. അവൻ ഹിന്ദുവാണോ, അവൻ ക്രൈസ്തവനാണോ, അവൻ ജൂതനാണോ, മതമില്ലാത്തവനാണോ, നിരീശ്വരവാദിയാണോ, മതമുള്ളവനാണോ, ഇങ്ങനെയുള്ള വിഷയങ്ങളും നിങ്ങൾ നോക്കേണ്ടതില്ല. ജനങ്ങളെ വിലയിരുത്തുന്ന വിഷയത്തിൽ അവരൊക്കെ നിങ്ങളുടെ മുന്നിൽ പച്ച മനുഷ്യരാണ്. ഇനി അങ്ങനെ ഒരു പരിഗണന നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ ആദരവിന്റെ വിഷയത്തിലുള്ള ഒരു ധാർമ്മികമായ നിലപാട് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ നിലപാട് വ്യക്തമാക്കണം. ഇന്ന അക്രമക്കും, നിങ്ങളിൽ ഏറ്റവും ആദരണീയനായ വ്യക്തിത്വം ആദരവിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാഹുവിന്റെ അടുക്കൽ തഖ്വയുള്ളവരാണ്. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നു, അതിന്റെ പിന്നിലുള്ള പ്രേരണ അല്ലാഹ് മാത്രമാണെങ്കിൽ, ആ വിഷയത്തിലുള്ളൊരു സൂക്ഷ്മതാബോധം എനിക്കുണ്ടെങ്കിൽ, ഞാൻ ആർക്കും വേണ്ടി ജീവിക്കുന്നില്ല എങ്കിൽ, നന്മ ചെയ്യുന്ന വിഷയത്തിൽ വ്യക്തിപരമായ ഇടപെടലുകളോ സ്നേഹബന്ധങ്ങൾക്കോ മറ്റുള്ള മാനദണ്ഡങ്ങളൊന്നും ഞാൻ പരിഗണിക്കുന്നില്ല എങ്കിൽ, അനുസ്യൂതമായി നിസ്വാർത്ഥപരമായ ഒരു സേവനമാണ്, ജനങ്ങളെ ഇടപെടലുകളാണ് ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുള്ളതെങ്കിൽ ഞാൻ തഖ്വയുള്ള വ്യക്തിയാണെന്ന് അർത്ഥം. കാരണം എൻ്റെ മനസ്സിലുള്ള പ്രേരണ മുഴുവൻ അല്ലാഹ് ലില്ലാഹി തആല എന്നുള്ളത് മാത്രമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്ന വ്യക്തി. നിങ്ങളുടെ അടുക്കലും അങ്ങനെ തന്നെയാണോ എന്ന് അള്ളാഹു ചോദിക്കും. അതിനുശേഷം അള്ളാഹ് പറഞ്ഞു, കൂടുതലൊന്നും സംസാരിക്കേണ്ട, ഇന്നല്ലാഹ അലീമുൻ ഖബീർ. രണ്ട് തരത്തിലുള്ള അള്ളാഹുവിന്റെ അറിവിനെ കുറിച്ചാണ് സൂചിപ്പിച്ചത്. ഒന്ന് പറഞ്ഞത് അലീമുൻ എന്ന് പറഞ്ഞു, പ്രകടമായ രൂപത്തിലുള്ള അറിവിനാണ് അലീം എന്ന് പറയുക, ഇൽമ് എന്ന് പറയുക. ഖബീർ എന്ന് പറഞ്ഞാൽ ആന്തരികമായ തലത്തിലേക്ക് കൂടി കാര്യങ്ങളെ ആഴ്ന്നിറങ്ങി അറിയാനുള്ള ശേഷി കൂടി അള്ളാഹുവിനുണ്ട്. പുറമേയൊക്കെ ചിരിച്ചു കാണിക്കും, സന്തോഷം പ്രകടിപ്പിക്കും, എല്ലാവരെയും ആദരിക്കും. മാറി നിന്നിട്ട് എന്ത് ചെയ്യും? കോച്ചു കാണിക്കുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ ഈഴ്ത്തി സംസാരിക്കുന്ന ഒരു സ്വഭാവം, അതും അള്ളാഹുവിന് അറിയാൻ കേട്ടോ. അതും വേണ്ടതാണ്. ആദരിക്കുന്നുവെങ്കിൽ എല്ലാ തലത്തിലുള്ള ആദരവായിരിക്കണം. പുറമേയും ആദരവായിരിക്കണം, ഉള്ളിലും ആദരവായിരിക്കണം. അല്ല പുറമേ ചിരിച്ചു കാണിച്ചു, സന്തോഷിച്ചു, സ്റ്റേജിൽ പിടിച്ചിരുത്തി സ്വാഗതം പറയുമ്പോൾ അവനെ പൊക്കി ഒരുപാട് സംസാരിച്ചു, എല്ലാം കഴിഞ്ഞ് മാറിക്കഴിയുമ്പോൾ ഇതുപോലൊരു വൃത്തികെട്ടവൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് സുഹൃത്തുക്കളോട് പറയുന്ന ഒരു അവസ്ഥ, അത് പാടില്ല എന്നാ പറഞ്ഞു. നിഫാഖാണെന്ന് അള്ളാഹ് പറഞ്ഞു. കാരണം അള്ളാഹു പറഞ്ഞു, അലീം മാത്രമല്ല ഞാൻ ഖബീറും കൂടിയാണ്. കാരണം നിങ്ങളുടെ ആന്തരികമായ താല്പര്യങ്ങളെയും അഭിപ്രായങ്ങളെയും ശരിയായ രൂപത്തിൽ അറിയാനുള്ള ശേഷി കൂടി എനിക്കുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് ഒരു താക്കീത് എന്ന വണ്ണം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് പറയാണ്, പരിഗണിക്കാൻ ഏറ്റവും അർഹൻ തഖ്വയുടെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം. അതാണ് എന്നും ഗുണമുണ്ടാകുക. അല്ലാതെ വേറെ എന്തെങ്കിലും മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പരിഗണനയും കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നീട് അവരെ തന്നെ വിമർശിക്കേണ്ട ഒരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജനങ്ങളെ പരിഗണിക്കുന്ന വിഷയത്തിൽ ഒരു ഫിർഔൻ ശൈലി നമ്മൾ മാറ്റിയിട്ട്
അത് ഖുർആനികമായ ഒരു ശൈലി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അത് ഏറ്റവും മഹത്തരമാണ് എന്ന് ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഭൗതികമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, നന്മകളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ ജനങ്ങളെയും ഓരോ വ്യക്തികളെയും നമ്മൾ വിലയിരുത്തേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ കേവലമായ പെർസെപ്ഷൻ അഥവാ ലന്നുകളെ ഒഴിവാക്കുക. അതിലൊരുപാട് അബദ്ധങ്ങളുണ്ട് എന്നാണ് ഖുർആൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു കാര്യങ്ങളെ മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള നല്ല ബോധവും ചിന്തയും നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആന്റെ താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ജീവിതത്തിൽ അഖിലം മുന്നേറുവാനും അവസാന നിമിഷത്തിൽ ആ ഖുർആന്റെ വഴിയിൽ തന്നെ കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് യാത്ര ചെയ്യാനുള്ള വലിയ സൗഭാഗ്യം നൽകി നമ്മളെല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള വലുതും ചെറുതുമായ മുഴുവൻ പാപങ്ങളെയും അള്ളാഹുവിൻ്റെ മഹത്തായ ഫضل കൊണ്ട് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലോകത്ത് കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളെയും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു കരകയറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമായി പോയതിൻ്റെ പേരിൽ ജയിലുകളിൽ കഴിയേണ്ടി വരുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജയിൽ മോചനം കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൻ്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അവരുടെ കുടുംബാദികൾക്ക് അള്ളാഹു സ്വബറും സമാധാനവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും എല്ലാവിധ ബലാ മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തിലുള്ള നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഖബറുകളെ അള്ളാഹു വിശാലമാക്കുകയും അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. മുസ്ലിം ലോകത്ത് നഷ്ടപ്പെട്ടു ഇസ്സത്തിനെ ഖുർആന്റെ ഹദീസിൻ്റെയും തിരിച്ചറിവിൻ്റെയും വഴിയിലൂടെ തിരിച്ചു പിടിക്കാനുള്ള തൗഫീഖും താക്കത്തും കൊടുത്ത് മുസ്ലിം ലോകത്തെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين الحمد لله رب العالمين.